ഇല്ല. സോഫാർ ഇപ്പോൾ ഗവൺമെൻറ് നമ്മളോട് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ചൂഷണം അങ്ങനെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പക്ഷെ നമ്മൾ IT+ മെഡിക്കലാണ് വരുന്നത്. GTech ഇതുണ്ടോയെന്ന് അറിയില്ല, ഡൗട്ടാണ്, ഇല്ലെന്ന് തോന്നുന്നു. അവിടെ മെഡിക്കൽ അസിസ്റ്റൻറ്റ്, ഹോസ്പിറ്റൽ അസിസ്റ്റൻറ്റ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് തിരക്കിയപ്പോൾ. എത്ര ഇത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. കോറോ ഹെൽത്തിലെ ജീവനക്കാരെ ജിടെക്കിലൂടെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്നോടൊപ്പം കോറോ ഹെൽത്തിലെ ചില ജീവനക്കാരുണ്ട്. ഈ പുതിയ ഓഫർ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതിനെക്കുറിച്ച് വ്യക്തത ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. എന്താണെന്നറിയില്ല. ഞങ്ങൾ ചെയ്ത മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ആ ഒരു സംഭവമാണോ അല്ലെങ്കിൽ വെറും ഡാറ്റ എൻട്രി ആണോ ഒന്നും ക്ലാരിറ്റി വന്നിട്ടില്ല എന്താണെന്ന്. അപ്പോൾ ഞങ്ങൾ ഓരോ പ്രൊഫൈൽ നോക്കിയപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc MSc കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ GTech അങ്ങനത്തെ എന്തെങ്കിലും, BTech അങ്ങനത്തെ എന്തെങ്കിലും പ്രൊഫഷൻ ഉള്ളവരാണ് ഈ കൂടുതലും ഈ പറഞ്ഞ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എങ്ങനെയെന്ന് അറിയില്ല. നിങ്ങൾ മെഡിക്കൽ കോഡിംഗ് ചെയ്യുന്നവരാണ്. ഈ ജിടെക്കിൽ മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് സ്ഥാപനങ്ങൾ ഉണ്ടോ, കുറവാണോ? അവിടെ നിങ്ങൾ റിക്രൂട്ട് ചെയ്താൽ അത് ഗുണം ചെയ്യുമോ? അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കണക്കൂട്ടുന്നത്? നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? ആരുമായിട്ടാണ്? നമ്മൾ ഗവൺമെൻറ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്കൊന്ന് IT ഡിപ്പാർട്ട്മെൻറ്റ്